ഞാൻ വീണ്ടും എത്തിക്കണ്. കുഴപ്പമില്ല, അൽഹംദുലില്ലാ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വേറെ ഒന്നുമല്ല, നമ്മളൊരു കുക്കിംഗ് ചെയ്യാൻ പോവാണ്. വെറും 10 dirhams വെച്ചാണ്ട് നമ്മൾ കുക്കിംഗ് ചെയ്യാൻ പോവാണ്. ബിരിയാണി ചെയ്യേ हाँ बिरयानी सही है नहीं है? और बिरयानी तो अच्छा है, क्या करेगा तुम? बिरयानी तो अच्छा है, तुम क्या करेगा? गाएगा अभी. सो അറിയുന്ന റെസിപ്പി കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ജസ്റ്റ് ചെറിയ മട്ടൻ ബിരിയാണി കുക്ക് ചെയ്യാൻ പോകണം. സോ നമുക്ക് സാധനം വാങ്ങാൻ പോകാം. ഇന്നിപ്പോൾ ഇനി അരി വാങ്ങാൻ പോകണം. നമ്മളിവിടെ അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. സോ അവിടെ പോകണം. സോ എല്ലാവരോടും പിന്നെ അതുപോലെ തന്നെ വളരെ അധികം നന്ദി. കാരണം കഴിഞ്ഞ വീഡിയോ ഞങ്ങൾക്ക് 26 ആൾക്കാർ കണ്ടു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല റെസ്പോൺസ് ഒക്കെ പേഴ്സണലി കിട്ടിയിട്ടുണ്ട്. സോ ഹാപ്പിയാണ്. ഇവിടെ വെയിൽ ഭയങ്കര അധികം കേട്ടോ. അതായത് ഭയങ്കര അധികമാണ് വെയിൽ. ഈ 10 ഉറുപ്പികൊണ്ടാണ് നമ്മളിന്ന് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് നാട്ടിലത്തെ 250 ഉറുപ്പ്യ. പക്ഷെ ഇവിടെ ഭയങ്കര അധികം വെയിലാണ് വരുന്നത്. ഇപ്പോൾ കുഴപ്പമില്ല, ഒരു 12 മണി ആയിട്ടുള്ളൂ. ഇനി ഒരു 1 മണിയൊക്കെ കഴിഞ്ഞ് 1:30 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂക്കൊക്കെ ഇങ്ങനെ പൊള്ളും. അതായത് നമുക്ക് എന്താ ഒരു ആവിക്കലുണ്ടാവില്ലേ, നമ്മൾ എന്തെങ്കിലുമൊക്കെ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്താണ്ട് അതിൻ്റെ ഇത് ബോണറ്റൊക്കെ തുറന്ന അങ്ങനെ അതേമാതിരി. അതെ, ക്രോസ് ചെയ്യട്ടെ. ഇവിടെ നിന്നാണ് നമ്മൾ സാധനം അധികം വാങ്ങല്. റൈസ് ലൂസ് ചെയ്തല്ലേ ബിരിയാണിക്ക് ഏത് റൈസ്? ബിരിയാണിക്ക് അതിനൊന്നാ തീരെ ഏത് നല്ലത്? ഇതിനെന്നെ പോലെ നാളെ ഒന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു, അതാണോ? ഇതെടുത്തോ ടെൻഷൻ ഇട്ടാ. ഇങ്ങോട്ടെന്നാ അല്ല അങ്ങനൊന്നുമില്ല, നമ്മള് ജസ്റ്റ് ഉണ്ടാക്കാന്നുള്ളത്. ഇതല്ലേ ബിലി? കവറ് വേണമെന്നില്ല. ഞാൻ ബസുമതി. അതെ ആയിക്കോട്ടെ, ശരി. സോ അരി നമുക്ക് കിട്ടിയിങ്ങനെ. ഇനി പിന്നെ ഇതുണ്ടാക്കി കൊടുക്കണം. ഞാനേ പൊതുവെ ഞങ്ങൾക്ക് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കിയത് ഞങ്ങൾ റൊട്ടി പുറത്തുനിന്ന് മേടിക്കും. പിന്നെ വരെ അതായത് ഞാനങ്ങനെ കുക്കിങ് ചെയ്യാറില്ല, കുക്കിങ് ചെയ്യും, അതായത് എപ്പോഴേലൊക്കെ ഉള്ളൂ. പിന്നെ ഇവർക്ക് റൈസ് ഭയങ്കര ഇഷ്ടമാണ്. ആദ്യമൊക്കെ എന്നോട് ഞാൻ വന്ന ടൈമിൽ എന്നോട് പറഞ്ഞു പിന്നെ ഞങ്ങൾ റൈസൊന്നും കഴിക്കൂല, പിന്നെ വെറും റൊട്ടി മാത്രമാണ്, എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഉണ്ടാക്കാറുണ്ട്. അത് ഞാനൊരു ദിവസം അതേമാതിരി പെരകി കുടിച്ചാണ്ട് ഇമ്മാനോട് ചോദിച്ചുകൊണ്ട് ഞാൻ ഒരിട്ട് ഉണ്ടാക്കി. അത് ഇവർക്ക് പറ്റി. സംഭവത്തിൽ ഞാൻ ബിരിയാണി ഉണ്ടാക്കിയത്, പക്ഷെ അത് പാളി കപ്സയായിപ്പോയി. അതായത് എല്ലാം ഞാനങ്ങനെ ഉണ്ടാക്കില്ല. അതായത് എല്ലാം കൂടി ഒന്നിലിട്ട് ലാസ്റ്റ് റൈസും കൂടി ഇട്ടിട്ട് ഒരുമിച്ച് ഉണ്ടാക്കിയത്. അതാണ് സിമ്പിൾ. പിന്നെ സാധനങ്ങൾ കുറച്ച് മതി. അപ്പോൾ അന്ന് ഉണ്ടാക്കിയത് ഇവർക്ക് നല്ല മസാല കഴിച്ചിലായി. അതുകൊണ്ട് പിന്നെ അന്ന് തൊട്ട് ഇവർ ഭയങ്കര ഇഷ്ടമാണ്. അതായത് ബോസ് അങ്ങനെ റൈസ് കഴിക്കൂല. അപ്പോൾ ഉച്ചയ്ക്കിനോട് പറയും നമുക്ക് ചവലുണ്ടാക്കുക. പിന്നെ അത് എനിക്കൊരു പണിയായി. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇല്ല, കഴിഞ്ഞ ആഴ്ച ഒന്നും ഉണ്ടാക്കിയില്ല. കഴിഞ്ഞ ആഴ്ച ലാസ്റ്റ് വെള്ളിയാഴ്ച ഉണ്ടാക്കിയിരുന്നു രാത്രി. അന്ന് ഇതേമാതിരി ബോസിനെ കൂട്ടി കഴിച്ച്. ഇനിയിപ്പോൾ ഒന്നും ഉണ്ടാക്കുന്നുണ്ട്. ഇനി ഉണ്ടാക്കുന്ന റെസിപ്പി ഉണ്ടാവും നമുക്ക്. ആദ്യം ഞാൻ ആദ്യം റൂമൊക്കെ തട്ടോ, കാരണം സീനാണ്. അത് ആ കാണുന്ന ബിൽഡിങ്ങാണ് നമ്മളെ റൂം. ആ നടുക്കത്തെ കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെയിൽ ചൂടാവുന്നതിൻ്റെ മുന്നേ എത്രയും പെട്ടെന്ന് പോട്ടെ. ഞങ്ങളുടെ ഭാർഗവി നിലയത്തിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ അങ്ങോട്ട് എത്തി പിന്നെ രാത്രി ആയി കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ സ്വന്തം ഭാർഗവി നിലയം. പിന്നെ ഒന്നാമത് വേറൊരു കാര്യം, എല്ലാവർക്കും വളരെ നന്ദി. കാരണം വേറൊന്നുമല്ല, പിന്നെ വീഡിയോ കണ്ട് സപ്പോർട്ടാക്കുന്ന എല്ലാവർക്കും വളരെ അധികം നന്ദി. ഓക്കെ, ഇനി നമ്മളുടെ ഡോറ് തുറക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ നിങ്ങൾ ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ ഫസ്റ്റ് നമ്മളെ വീഡിയോ അതാണ്, അപ്പാർട്ട്മെൻറ്റിൻ്റെ മൊത്തത്തിൽ വീഡിയോ.
അത് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടിങ്ങിൽ ചെയ്തതാണ്. ആദ്യം നമുക്ക് അരി സ്റ്റോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് എൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. വാച്ച്, ഫോണൊക്കെ ഊരി വെക്കട്ടെ. ഓക്കെ, എന്നിട്ട് നമുക്ക് സ്റ്റാർട്ടാക്കാം. ഇതാ 3 ഗ്ലാസ് അരിയാണ്, 3 ഗ്ലാസ്. ഇതിന് കുറച്ച് നേരം നമുക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കാം. അപ്പോഴേക്കും കേസേ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടു. ഇന്നെന്താ തക്കാളിയോ ടൊമാറ്റോ ഉള്ളി സാമാന ദൂസറ സാമാന തരാ ഒനിയൻ കിതറേടാ, ഒനിയൻ കിതറേ. അപ്പോൾ ഇത് നമ്മുടെ സ്വന്തം മട്ടൻ ഫ്രീസ്ഡാണ്. അപ്പോൾ കുറച്ച് നേരം വെള്ളത്തിലിട്ടാണ്. ഫുൾ ഫിറ്റാണ്. സോ എൻ്റെ ചക്കൻ കറക്റ്റ് എനിക്കും വേണ്ടിയിട്ട് തയ്ച്ചുണ്ടാക്കി തന്നത്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം വൈറ്റ് ചട്ടിട്ട് കുക്ക് ചെയ്തപ്പോൾ അതിൽ ചെറിയ കറ വേണം, അത് റെഡിയാക്കാനും വേണ്ടിയിട്ട് എൻ്റെ ചക്കൻ എനിക്ക് ഉണ്ടാക്കി തന്നാണ് ഗൈസ്. ഓക്കെ ഒനി ഓക്കെ ഇവിടെ ഉണ്ട്, ഒക്കെ ഉണ്ട്. സെറ്റപ്പ് ഇങ്ങനെ തന്നെയാണ്, അത് മനസ്സിലാക്കും. നമ്മൾ യുഎയിലല്ലേ, അപ്പോൾ അതിൻ്റെതായ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം, കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. സോ റെസിപ്പി ഒരു സിമ്പിൾ റെസിപ്പി, നമ്മൾ എങ്ങനെ മട്ടൻ ബിരിയാണി ഉണ്ടാക്കാം എന്ന് ഞാൻ കാണിച്ചു തരാം. സോ ഗൈസ് വീഡിയോ ഒന്ന് സെറ്റാക്കി. നമുക്കുള്ളത് 2 ഉള്ളി, കുറച്ച് തക്കാളിയും വേണം. തക്കാളി ഇവിടെ കുറച്ച് വെല്ലുള്ളിൻ്റെ തക്കാളിൻ്റെ ഉണ്ട്, അപ്പോൾ അതുണ്ട്. സോ സാധനങ്ങൾ കുറച്ച് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ തക്കാളി കട്ട് ചെയ്യുന്നു. പിന്നെ ഇവിടെ മെയിനുള്ളൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാ ഭക്ഷണത്തിനും ഇവർ ആഡ് ചെയ്യുന്നൊരു സംഭവമാണ് എന്താണ് തക്കാളി. തക്കാളി കുട്ടി നമുക്ക് കളിക്കാറില്ല. തക്കാളി കുട്ടിയിലെ കളി നമുക്കറിയില്ല. ഫുള്ള് തക്കാളി. ഞാൻ ആദ്യമായിട്ട് പിന്നെ അതായത് എനിക്ക് കുറേ മുന്നേ പണ്ട് മൂലയിലാവാൻ പോകാനൊക്കെ പുതിയ, അതായത് മദ്രസ പഠിക്കുന്ന ടൈമിൽ. എന്നിട്ട് ഞാൻ എപ്പോഴും മറക്കും, അവിടെ ഞാൻ ചാടി പോകുന്നുണ്ടോ വർക്കാൻ. അത് നമ്മൾക്ക് ഇതേ സംഭവമല്ല, മൂലയിലാവാൻ പോകുന്നത് അറിയില്ല. അത് വിടട്ടെ. എന്നിട്ട് ഞാൻ അന്ന് പൂണീൻ്റെയൊക്കെ മുന്നേ ഇതിൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ തിരുമ്പും. എന്നിട്ട് എൻ്റെ മൂത്തമാരുടെ കുട്ടിയുണ്ട്, അപ്പോൾ കല്യാണം കഴിഞ്ഞൊരു കുട്ടിയൊക്കെ ആയി. പിന്നെ ഓള് പറയും ഇജ്ജ് ഇങ്ങനെ തിരുമ്പാ നിൽക്കുക. എന്നിട്ട് ഞാൻ എൻ്റെ ഡ്രസ്സ് കൊടുത്തിട്ട് ഞാൻ തിരുമ്പും. കാരണം ഞാൻ പ്രാക്ടീസ് ചെയ്യായിരുന്നു അന്ന് പൂണീൻ്റെ മുന്നേ. പിന്നെ അവിടെ പോയി കുറച്ച് ദിവസം കഴിഞ്ഞു. പിന്നെ നമ്മൾ കരുതിയതൊന്നുമല്ല അവിടെ ഉണ്ട്. അതായത് ഞാൻ എത്തിങ്ങാനിലെ പോയി ചെയ്തത്. അപ്പോൾ എനിക്ക് മനസ്സിലായി തിരക്കാരെ വലിയത്. കാരണം നമുക്ക് ഉണ്ടായിട്ട് മാഞ്ഞാളത്തരം കുത്തി, ഞങ്ങളെ നാട്ടിൽ പറയുകയാണെങ്കിൽ മാഞ്ഞാളത്തരം കുത്തിയിട്ട് ഞാൻ പിന്നെ പോയതാണ്. അതായത് അപ്പത്തെ ആഗ്രഹത്തിന് പോയതാണ്. അപ്പോഴേ എൻ്റെ വാപ്പിയും പറഞ്ഞു ഈ പോണ ചക്കരപ്പൊടി ഒന്നും ഉണ്ടാവില്ല, അതായത് ഈ പോണ രസവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് ഞാൻ അപ്പത്തെ ആവേശത്തിൽ പോയി കുറച്ച് കഴിഞ്ഞ് അവിടെ ചേരാൻ പോയപ്പോൾ എനിക്ക് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്, ഉണ്ടാക്കണ ഇഷ്ടമാണ്, തിന്നാനും ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് ചേർത്ത് തന്നപ്പോൾ ഓരോ കുട്ടികൾക്ക് ഓരോ മീനൊക്കെ കൊടുക്കണം. സ്വാഭാവികമായിട്ടും നമ്മൾ തിന്നാൻ കിട്ടണം. അത് അടിപൊളി ഫുഡൊക്കെ ഓരോ ദിവസം ഓരോ ഫുഡാണ്, അതൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ചെന്നപ്പോൾ നോമ്പിൻ്റെ ടൈമിലാവുമ്പോൾ പിന്നെ തറാവി ഉണ്ടാവും. അതിൽ എന്നിട്ട് അന്ന് തണുപ്പേക്കാരം. എന്നിട്ട് ഈ തണുപ്പത്ത് രാവിലെ സുബിക്ക് നീച്ചാൽ നമുക്ക് ചെയ്യില്ലാത്ത കാര്യമാണ് ഇതൊക്കെ, അത് ചിന്തിക്കണം. നമ്മൾ ആവേശത്ത് പോയതാണ്. എന്നിട്ട് സുബിക്ക് നീച്ചാണ്ട് പോകണം. അല്ലെങ്കിൽ ഇങ്ങനെ വന്നാണ്ട് ഇങ്ങനെ മറ്റേ മുളൻ്റെ തുണി ഇങ്ങനെ കാലുമ്പോൾ തട്ടും. അടിച്ചൊന്നുമില്ല, നമ്മളങ്ങനെ നീപ്പിച്ചു, നീച്ചളാന്നാണ്. അപ്പോൾ അങ്ങനെ അത് പോയി മുന്നോട്ട്. അതിൽ പിന്നെ അവിടെ കുറേ കഴിഞ്ഞാണ്ട് എൻ്റെ നാട്ടിലത്തെ ഒരാളെ പാസ് ചെയ്തപ്പോൾ ഞാൻ റോഡ് മാറിക്കുന്നത് മൂപ്പരൊപ്പം പോരാൻ വേണ്ടി നമ്മൾ കയറി. അതിൽ ഒപ്പം എൻ്റെ ഒരുത്തം മൂപ്പരൊപ്പം എൻ്റെ ഒരുത്തം ഓൻ പറഞ്ഞു ഓൻ ഇവിടെ പഠിക്കണല്ലോ, നമുക്ക് അവിടെ ചോദിച്ചപ്പോൾ പോരുന്ന തന്നെയാണോ അതോ അതിനെ കൊണ്ടാക്കി. അതിന് പിന്നെ മൂല്യം തന്നു. പിന്നെ അവിടെ ടൂർ പോകും മറ്റേതാണ് മറിച്ചാണ് പറഞ്ഞത്. എന്നെ വീണ്ടും പ്രേരിപ്പിച്ചു. അതിന് വീണ്ടും നിന്നു. ഒന്നാമത്തെ കാര്യം ഒരു മിനിറ്റ്. എന്നിട്ട് പിന്നെ ഇവ വീണ്ടും ഞാനവിടെ വീണ്ടും നിന്നു. എന്നിട്ട് അന്നിൻ്റെ കുടുംബക്കാർ അവിടെ അടുത്തേക്കില്ല. അതായത് ഞാൻ നിൽക്കണമെങ്കിൽ എത്തിങ്ങാൻ്റെ അടിയിൽ കോട്ടേജിൽ വെക്കുന്നത്. എന്നിട്ട് ഞാൻ അവിടേക്ക് എല്ലാവരും കാണാതെ പോയി കണ്ടി പെരിയൊക്കെ കുളിച്ചാലും മാലിനെ കൊണ്ട് പറ്റൂല, ഞാൻ പോരുകയാണ് പറഞ്ഞത്. എന്നിട്ട് ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് ദുബായിക്ക് പോയിക്ക് പോകുമ്പോഴും എൻ്റെ പെരിയെന്നതാ പറഞ്ഞത് ഈ പോണ ചക്കരപ്പിൽ നിന്നുണ്ടാവും കേട്ടോ. പിന്നെ ഇവിടേക്ക് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റില്ല, അത് വലിയ പ്രശ്നമല്ല. നമുക്ക് പൈസ ഉണ്ടാക്കാൻ പോകണമെന്ന് നമുക്കൊരു പ്രശ്നമില്ല. എന്നെ സംബന്ധിച്ച് പൈസ ഉണ്ടാക്കുക പറഞ്ഞാൽ എനിക്ക് ഭയങ്കര താല്പര്യം കാര്യം. അതേമാതിരി അത് ഉത്തർച്ചി വെച്ചാൽ എന്നെ കൂടെ നിങ്ങളൊരു 1000 രൂപ നോക്കി നിങ്ങൾക്ക് ചിലപ്പോൾ എനിക്ക് ഒരു ദിവസത്തിൻ്റെ പകുതിയൊക്കെ വേണ്ടി വരും ചിലവാക്കാം. അല്ലാതെ എന്തെങ്കിലും കുറച്ച് ടൈം വേണ്ടി. എനിക്കൊരു 10 മിനിറ്റ് ഞാൻ കണ്ണിൽ എല്ലാ ഫുഡ് സ്പോട്ടും പോയിക്കാണ്ട് ഓരോന്നും വേണ്ടി 1000 രൂപ വെച്ചു. കാരണം അത്രയും ലെവലിൽ ചിലവഴിക്കാൻ കൊണ്ട് കഴിയും. അതുപോലെ തന്നെ സമ്പാദിക്കാൻ കുറച്ച് ബാക്കൊക്കെ ആണെങ്കിലും
പക്ഷെ ഉറപ്പത്തെ ലെവലിൽ നമ്മളോട് കഴിയും. അതിൽ അവിടെ പോയി വന്ന് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് എത്തി. നമ്മളിവിടെ പറഞ്ഞേക്ക് ഓർമ്മല്ല, പക്ഷെ എന്നാലും അതൊക്കെ ഒരു സെറ്റപ്പാണ്. നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യം. പിന്നെ ഇവിടെ വന്നിട്ട് എനിക്ക് ഒന്നും കൂടി ഫുഡ് ഉണ്ടാക്കാൻ ആരും കൂടി, അതായത് നാട്ടിൽ നിന്ന് ഞാൻ ഇതിൻ്റെ ഒപ്പം വർക്ക് ചെയ്തൊരു ഹന്നാവിന് കുട്ടിയുണ്ട്. കുട്ടി പറഞ്ഞാൽ നമ്മളെ കമ്പനിക്കാർക്ക് കുറേ കുട്ടികളുണ്ട്. അപ്പോൾ ഓൾ പണ്ട് പറഞ്ഞ ഒരു ഇറച്ചി റെസിപ്പി, അതായത് ഒരു ഇറച്ചിക്കറി ഉണ്ടാക്കിയാണ്ട് അത് ക്ലിക്കായതോടുകൂടി നമ്മൾ ഫുഡിങ്, അതായത് ഭക്ഷണം ഉണ്ടാക്കുന്ന മേഖലയിലോട്ട് നമുക്ക് താല്പര്യം കൂടി. അത് ക്ലിക്കായല്ലോ, കുറച്ച് വെള്ളം ഏരിയാലും പ്രശ്നമല്ല, ചാറായി കിട്ടിയില്ല. അപ്പോൾ അത് ക്ലിക്കായതോടുകൂടി നമ്മളെന്താട്ടി ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങി. ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഒരാൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക, എന്നിട്ട് ഒരുമിച്ച് കഴിക്കുക. അതായത് ഫുഡ് ഉണ്ടാക്കുക, അത് തിന്നുക. ഞാൻ ഉണ്ടാക്കും, ഞാൻ തന്നു, എനിക്ക് ആരും ഒന്നും വേണ്ട. അതായത് കഴിക്കാൻ ഒരാളൊപ്പം വരണമെന്നൊന്നും എനിക്ക് നിർബന്ധമൊന്നുമില്ല. ഞാൻ ഉണ്ടാക്കിയാണ്ട് ഞാൻ കഴിക്കും. തക്കാളി പിക്കുന്നത് മതിയാവും. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഇവർക്ക് തക്കാളി കുറച്ചാൽ എല്ലാത്തിനും തക്കാളി അധികമാണ്. അതായത് എന്തുണ്ടാക്കണേലും അതിക്കൊരു ഏറെ തക്കാളി ഇടും. ഇവർക്ക് കറി മസാല ഞാൻ കൂട്ടില്ല. നമ്മളൊക്കെ ഉണ്ടല്ലോ മഞ്ഞപ്പൊടി മുളകുംപൊടി അങ്ങനെ വില കൂട്ടില്ല. ഇവര് തക്കാളിൻ്റെ ഒരു കളറുണ്ട്. അതുകൊണ്ട് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ഏത് ഭക്ഷണത്തിലും ഒരു മധുരം നമുക്ക് കിട്ടും. കാരണം തക്കാളി നമ്മൾ അടയും, ആവശ്യത്തിലധികം തക്കാളിയാണ്. ഒരാൾക്കൊരു ഭക്ഷണത്തേക്ക് ഒരു 4 തക്കാളി കിട്ടും. അത്രയും വലിയ ടീമാണ്. പക്ഷെ എൻ്റെ കമ്മര അടിപൊളിയാണ്. നമുക്ക് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാലും, ഞാനിപ്പോൾ ഒമാനിൽ പോയി വിസ വെക്കാൻ. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അവിടെ ഫുഡൊന്നും സെറ്റായില്ല. ഫുഡ് ഉണ്ടായിനി, പക്ഷെ എവിടെ അടിപൊളി ഫുഡൊക്കെയാണ്. എന്നാലും നമ്മളെ വീട്ടിൽ ഇറക്കണം. എന്നോട് പറഞ്ഞു ജില്ലായിട്ട് 5 ദിവസം ഭയങ്കര മിസ്സിങ് ആയിട്ട് തന്നെ. അപ്പം ഞാനും ഒരു നമ്പർ ഇറക്കി. പിന്നെ എനിക്കവിടെ ഫുഡൊന്നും സെറ്റപ്പ് അല്ലേ, ഫുഡൊക്കെ പെരും പൈസ, മര്യാദക്ക് നല്ല ഫുഡൊന്നും കഴിച്ചില്ല. അത് പറഞ്ഞ പിറ്റേ ദിവസം വണ്ടിക്ക് എൻ്റെ ചാർക്കോളൊക്കെ വാങ്ങിക്കൊണ്ടു. അൽഫാം ഇതൊക്കെ, അതൊരു ഫുൾ അൽഫാം എനിക്ക് മാത്രം. എല്ലാവർക്കും ഉണ്ട്, എനിക്കൊരു ഫുൾ അൽഫാം മാത്രമായിട്ട്. അങ്ങനെ ഫുഡൊക്കെ വാങ്ങിത്തരും. ആ കാലത്തൊക്കെ അടിപൊളിയാണ്. പിന്നെ നിങ്ങളെല്ലാവരും വീഡിയോ കാണാനുള്ള ഫസ്റ്റത്തെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊക്കെ ഇതിൻ്റെ ഒരു ഫസ്റ്റത്തെ ഒരു വീഡിയോ ഉണ്ടാവും. അത്യാവശ്യം എല്ലാവരും ഒരു 10,000 ആൾക്കാർ കണ്ടാണ്. ഇപ്പോൾ മലയാളി ഫ്രണ്ട്സ് ഇല്ല. പക്ഷെ അതിൽ മെയിൻ തിങ് എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് മലയാളി ഫ്രണ്ട്സ് ഇല്ലാത്തതല്ല. ഞാനൊന്ന് നല്ല അടിപൊളി ഫുഡ് അടിച്ചിട്ട്, അതായത് ഞാൻ പറഞ്ഞില്ല ചാർക്കോൾ തിന്ന് ഫുഡ് അടിച്ചിട്ട് തിക്കായിട്ട് പിന്നെ ഒരു വീഡിയോ എന്തെങ്കിലും കിട്ടണമല്ലോ, പിന്നെ ഈ കാര്യം കൂടി കുളിക്കണമല്ലോ എഴുതി ഇട്ടതാണ്. പക്ഷെ ഞാൻ കുളിക്കാത്തത് കൊണ്ടും ഫുഡ് അടിച്ച് ക്ഷീണിച്ചത് കൊണ്ടും എല്ലാവരും ഞാൻ തെറ്റിദ്ധരിച്ചു. ഞാൻ കരഞ്ഞുകൊണ്ട് പറയും. അപ്പം എന്നാലും എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ കാണാൻ വന്നു, വീഡിയോ കണ്ടിട്ട് ഇപ്പോഴത്തെ കാണാൻ വന്നു. ഫോനോട് ഞാൻ കാര്യം പറഞ്ഞു. എല്ലാവരും ഒക്കെ കേൾക്കുന്നു. ഒരുപാട് പേര് കണ്ടല്ലോ. ഒരുപാട് പേര് പേഴ്സണലി മെസ്സേജൊക്കെ അയച്ചു, കാണാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കൊച്ചു സെലിബ്രിറ്റിയാണ്. 10-12 സബ്സ്ക്രൈബേഴ്സും 153 വ്യൂസും ഇല്ല. ഒരു ചെറിയ സെലിബ്രിറ്റിയാണ്. ഇതിൽ മെയിൻ തിങ് എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പെരക്കാർക്ക് അറിയില്ല ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയൊന്നും. അതായാലും വലിയ കോമഡിയാണ്. പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങുക പറഞ്ഞാൽ അതിനൊക്കെ ഒരു കാലഘട്ടം ഉണ്ട്. അതായത് യൂട്യൂബ് ചാനൽ ഒരു കാലഘട്ടം പറഞ്ഞാൽ നമ്മളെ കൊറോണ ടൈമിൽ എല്ലാ പേരിലും ചെടിച്ചട്ടി വളർന്ന പോലെ എല്ലാ വീട്ടിലും ഒരു യൂട്യൂബ് ചാനലുണ്ടായി. അന്ന് തുടങ്ങിയതായിരുന്നു ഞാനും. പക്ഷെ അന്ന് തുടങ്ങിയിട്ട് അത് എത്തിപ്പെട്ടത് ഇവിടെയാണ് നോക്കും. മെയിൻ തിങ് ഈസ് വേറൊന്നുമില്ല. ഇവിടെ എത്തിയുണ്ട് ഒന്നുകൂടി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. കണ്ണിലൊക്കെ വെള്ളം വരുന്നുണ്ട്. കുണിയാ ഒരുപാട് പറഞ്ഞ് ചളവാക്കുന്നുണ്ട്. അപ്പം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും. ഞാൻ ഇതൊന്ന് കട്ട് ചെയ്യട്ടെ, കാരണം കണ്ണിൽ വെള്ളം വരടത്തിന് ഞാൻ ഉണ്ടാക്കുമ്പോൾ തുടങ്ങും. കഴിഞ്ഞ വെള്ളിയാഴ്ച തുടങ്ങി 2 ദിവസം ആയിക്കുന്നതിൻ്റെ പരിശ്രമം ഇപ്പോഴും നന്നാക്കിയിട്ടില്ലത്. റെഡിയേ ഏത്തോ? रेडी है? हो गया। हाँ हो गया। ये देखो സോ ഗൈസ്, ഇപ്പോൾ ഞാൻ കാട്ടിയില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കട്ട് ചെയ്ത് ആവി നന്നായിട്ട് കയറിയുള്ളൂ. കുറച്ച് കട്ട് ചെയ്ത് ആട് മഞ്ഞപ്പൊടിയും ഉപ്പിട്ട് ജസ്റ്റ് ഒന്ന് മഞ്ഞപ്പൊടി ഉപ്പിടുക, ഒരു ലേശം വെജിറ്റബിൾ ഓയിൽ ആക്കുക, ഒരു ലേശം മതി, ഒരു കുറച്ച്, അതായത് മഞ്ഞപ്പൊടി ഒന്നും പിടിക്കാൻ. ഇതിൻ്റേതായ സ്റ്റൈലിലാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതാകുമ്പോൾ തന്നെ ആവി പിടിക്കട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ചൊരു 3 ഗ്ലാസ് വെള്ളമേക്ക് പോരാ, എന്നിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഒരു 1/2 മുക്കാൽ വേവായിട്ട് പിന്നെ നമ്മൾ നോർമൽ ഉണ്ടാക്കണ മാതിരി
പിന്നെ വെല്ലുള്ളി തക്കാളിയൊക്കെ ഇട്ടിട്ട് വഴറ്റിയിട്ട് അതിലേക്ക് ഇട്ട് കുറച്ചൊന്നായിട്ട് തിളച്ചിട്ട് ചോറ് ഇട്ട് അത്ര ഉള്ള പരിപാടി. ഞാൻ പറഞ്ഞല്ലേ ഇവിടെ വെയിൽ കൂടി വേർക്കലെടുത്തേണ്ടോ, ഇവിടെ വെയിൽ കൂടി ചൂട് കൂടി, ഇതിൻ്റെ ഉള്ളിലും ചൂട് പുറത്തും ചൂട്, ആകെ ചൂട്. അപ്പോൾ പിന്നെ ഇപ്പോൾ വെയിൽ ज़्यादा अभी गर्मी ज़्यादा है. हाँ गर्मी ज़्यादा है. അടകള് ആകെ വേർത്ത് ചൂടായി. അതിൽക്കൂടെ കറുപ്പും കൂടി ഇട്ട് വേണ്ടില്ലേ ഇന്ന് കറുപ്പൊക്കെ ലോണ്ടറി പോയിക്കാണ്ട് അയാൾക്കൊരു തൊയിരം കൊടുക്കാതെ അയാളെ ശാപം തോന്നുന്നുണ്ട്. തൊയിരം കൊടുക്കാതെ ഐറ്റില്ല ചോദിക്കാണ്ട് അപ്പോൾ അയാൾ ഇങ്ങോട്ട് പറഞ്ഞാണ് വെയിറ്റൊക്കെ ഇതൊന്നും ആവില്ല എൻ്റെ മാത്രമല്ല എന്ന് പറഞ്ഞാണ്. പക്ഷേ അയാൾക്കൊരു തൊയിരം കൊടുക്കാതെ ഇതാക്കിയോണ്ട് തന്നെ ഇപ്പോൾ നല്ല പോലെ അനുഭവിക്കേണ്ടി. പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ളൊരു ആശ്വാസം എന്താ വെച്ച് കഴിഞ്ഞാൽ ഐസ് വെള്ളം ഇങ്ങനെ കുടിക്കുക. പക്ഷെ അതും അത്ര ഇതല്ല. ഞാനൊന്ന് ഉച്ചരിഞ്ഞ് ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ഉറങ്ങും. ആ ഉറക്കം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുറത്ത് വീണ്ടും റിട്ടേൺ ഇങ്ങോട്ട് തന്നെ പോകുമ്പോൾ പണിക്ക് പോകുമ്പോൾ തന്നെ വീണ്ടും സ്വാഭാവികമായിട്ടും ചൂടുണ്ടാവും. അപ്പോൾ ഞാൻ ഒന്ന് കുളിച്ചിട്ടാണ് പോലെ ഇപ്പോൾ. സോ ഗൈസ് നമ്മൾ ആട് കുറച്ചൊന്ന് വേവിച്ച് ഒരു 3/4 വേവ് അതിന് ശേഷം വെല്ലുള്ളി തക്കാളി പച്ചമുളക് പിന്നെ അല്ലറ ചില്ലറ മസാല എല്ലാം ഇട്ട് ഒന്നിനെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു മസാല ഉണ്ടാക്കി. ജസ്റ്റ് ഒരു മസാലയാണ്. അതുകൊണ്ട് നമ്മൾ ഇനി കുക്ക് ചെയ്യാൻ പോവാണ്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം പറഞ്ഞിട്ട് ആവശ്യത്തിൻ്റെ വെള്ളം പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മളുടെ ആദ്യ പരിശ്രമം ഗംഭീരമായി വിജയിച്ചിരിക്കുന്നു. मटन बिरयानी रेडी रेडी है रेडी है कसम से जो देखेगा तुमको अरे क्या बोला ये तो अच्छा बोलो. मैं बोल रहा हूँ अदर पीपल ने जाने देना था कौन बिरयानी तो अच्छा है. नहीं देखते हैं. अभी ये थोड़ा खा रहा है चमचा नीचे रख रहा है ऐसे अभी इसने छोड़े फिर उठाता है फिर शुरू करते हैं. मैं ऐसे से बुरकी लगा रहा हूँ तो फिर चमचा नीचे रखा है फिर चलो छोड़ा फिर उठाया बोला ये करके उसका नया नाम बोलो. बस सही है. हाँ ऑर्डर बिरयानी. ये क्या चिकन दूसरा नाम है दाल पो. लेकिन ये कुछ देखा था